എന്താണ് യഥാർത്ഥത്തിൽ ഇതിനൊപ്പം അതിനുള്ളിൽ മനോരമ പറയാത്ത കാര്യങ്ങൾ എന്ന് മനസ്സിലാക്കാനുള്ള ഒരു അവസരം വന്നത്? ഞാൻ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും നീതി ആയോഗിൻ്റെ CEO പറഞ്ഞത് വാസ്തവമല്ലേ, മനോരമ വാർത്ത ശരിയല്ലേ എന്നൊക്കെ. ചില ശരികൾ പൂർണ്ണമായ ശരികളല്ല എന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ? ഇത്രയധികം വലിയ സമ്പത്തുള്ള ഇന്ത്യയിൽ പിന്നെ എന്തുകൊണ്ട് ഇത്രമാത്രം കഷ്ടപ്പാടുകൾ, ദാരിദ്ര്യം എന്നൊക്കെ ആലോചിച്ചാൽ അതിലേക്ക് വിരൽ ചൂണ്ടുന്ന ചില കണക്കുകൾ കൂടി നമ്മുടെ മുമ്പിലേക്ക് എത്തും. ആ കണക്ക് കൂടി ഞാൻ വായിക്കാം. അത് ഇങ്ങനെയാണ്: ജപ്പാനെ ഇന്ത്യ മറികടന്നു എന്നത് യഥാർത്ഥമായൊരു കണക്കാണ്. പക്ഷേ ആ കണക്കിൻ്റെ ഉള്ളടക്കം അതൊരു രാജ്യത്തെ പൗരനെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളതാണ് കൗതുകകരമായ കാര്യം. ലോകത്ത് ആകെ ഇങ്ങനെയുള്ള സമ്പദ് വ്യവസ്ഥയുടെ ഈ സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യത്തിന്, ഈ രാജ്യത്തിൻ്റെ ഓരോ പൗരനും ഏതവസ്ഥയിൽ നിൽക്കുന്നുണ്ടാകും? നമ്മൾ രാജ്യത്തിൻ്റെ ആകെ GDPയുടെ കാര്യത്തിൽ ജപ്പാനെ മറികടന്നു. എന്നാൽ പ്രതിശീർഷ GDPയുടെ കാര്യത്തിൽ എങ്ങനെയാണ്? ജപ്പാൻ്റെ പ്രതിശീർഷ GDP $33,960. ഇന്ത്യയുടേതോ പ്രതിശീർഷ GDP $2,880. അതായത് ഇന്ത്യയുടെ പ്രതിശീർഷ GDPയേക്കാൾ 10 ഇരട്ടിയിലേറെയാണ് ജപ്പാനിലെ ഓരോ മനുഷ്യൻ്റെയും GDP എന്നർത്ഥം. നിലവിൽ 4ാം സ്ഥാനത്തുള്ള ജർമ്മനിയുടെ GDP $4.74 ലക്ഷം കോടി, പ്രതിശീർഷ GDP $55,910. ഇന്ത്യയുടെ പ്രതിശീർഷ GDP $2,880. സാമ്പത്തിക അസമത്വം വലിയ തോതിലുള്ള രാജ്യത്ത് ആളോഹരി GDPയിലെ കുറവ് പരിഗണിക്കുന്നില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. അതായത് രാജ്യത്ത് മൊത്തത്തിലുള്ള GDP ഭയങ്കര സംഭവമായിട്ട് നമുക്ക് അവതരിപ്പിക്കുമ്പോൾ തന്നെ ഓരോ മനുഷ്യൻ്റെയും ജീവിതത്തിലുള്ള അന്തരം, മറ്റൊരു മനുഷ്യനുമായി നോക്കുമ്പോഴുള്ള അന്തരം, അതിന് ആ ജീവിതം മെച്ചപ്പെടുത്താൻ വേണ്ടത് പ്രതിശീർഷ GDPയാണ്. ഇത് പരിഗണിക്കപ്പെടുന്നില്ല. ജനസംഖ്യയിൽ ഏറ്റവും സമ്പന്നരായ 10% പേർ മൊത്തം സമ്പത്തിൻ്റെ 77% കൈയടക്കി വെച്ചിരിക്കുന്നു എന്നതാണ് ഇതിനോട് ചേർത്ത് വായിക്കേണ്ട കണക്ക്. അതിൽ തന്നെ 40.4% സമ്പത്ത് 1% സമ്പന്നരുടെ കയ്യിലാണ്. ഏറ്റവും താഴെയുള്ള 50% ജനങ്ങളുടെ കയ്യിൽ ആകെയുള്ള സമ്പത്ത് 6.4% മാത്രമാണ്. ജനസംഖ്യാപരമായ മുൻതൂക്കവും ഇന്ത്യക്കുണ്ട്. രാജ്യത്തെ ജനസംഖ്യ ഏകദേശ കണക്കുകൾ പ്രകാരം 143 കോടി കടന്നല്ലോ. എന്നാൽ ജപ്പാൻ്റേതോ വെറും 12.45 കോടി മാത്രമാണ് ജപ്പാൻ്റെ ജനസംഖ്യ. ജപ്പാൻ്റെ സാമ്പത്തിക സ്തംഭനാവസ്ഥയ്ക്ക് കാരണം പ്രായമായ ജനസംഖ്യയാണെങ്കിൽ ഇന്ത്യയുടെ വർക്കിംഗ് ഏജ് പോപ്പുലേഷൻ 2030 68% ഉയരുമെന്നും കണക്കുകൂട്ടുന്നു. ഏറ്റവും വലിയ സമ്പന്നരുടെയും ദരിദ്രരുടെയും വരുമാനം കൂട്ടിച്ചേർത്ത് പ്രതിശീർഷ വരുമാനം കണക്കാക്കുന്നതിൻ്റെ പോരായ്മയാണ് ഇതിലൂടെ രേഖപ്പെടുത്തപ്പെടുന്നത്. യഥാർത്ഥത്തിൽ ഓരോ പൗരൻ്റെയും ജീവിതം മെച്ചപ്പെടുത്തുന്ന തരത്തിലേക്കല്ല കാര്യങ്ങൾ പോകുന്നത്. ആകെ സമ്പത്തിൻ്റെ കണക്ക് വെച്ച് രാജ്യത്തിൻ്റെ GDPയുടെ പേരിൽ നമ്മൾ അഭിമാനിക്കുന്നു എന്നുള്ളതാണ് നീതി ആയോഗിൻ്റെ കണക്കിൻ്റെ പ്രത്യേകത. ഈ പോക്ക് പോയാൽ 2028 ആകുമ്പോഴേക്കും ഇന്ത്യ ജർമ്മനിയെ മറികടന്ന് ലോകത്തിലെ 3ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി മാറും. പക്ഷേ 3ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി മാറുമെന്ന് IMF കണക്ക് കൂട്ടുമ്പോൾ തന്നെ അപ്പോഴേക്കും ഇന്ത്യയുടെ GDP $5.58 ലക്ഷം കോടി വളരും. എന്നാൽ ജർമ്മനിയുടെ GDP $5.25 ലക്ഷം കോടി ആയിരിക്കും എന്നും പ്രവചിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടുത്തെ പ്രതിശീർഷ GDPയുടെ കാര്യമാണ്. ഓരോരുത്തരും ആ നിലയിൽ മെച്ചപ്പെടുന്നുമില്ല. അത് നോക്കുമ്പോഴാണ് ലോകത്തിലെ പട്ടിണി സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം ഏറെ പിന്നിൽ നിൽക്കുന്ന സാഹചര്യമുള്ളത്. ഇവിടെ പട്ടിണി മെച്ചപ്പെടുന്ന സാഹചര്യം ഇല്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിൻ്റെ കാര്യം വരുമാനത്തിലെ വ്യക്തികളുടെ, പൗരൻ്റെ പ്രതിശീർഷ വരുമാനത്തിലെ അസമത്വമാണ്. അതിനനുസരിച്ചിട്ടുള്ള മെച്ചപ്പെട്ട സാഹചര്യം സൃഷ്ടിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ജനസംഖ്യ വർദ്ധിക്കുന്നതിൻ്റെ ഒരു സാഹചര്യം കൂടി രാജ്യത്തുണ്ട്. ആ അടിസ്ഥാനത്തിൽ കൂടി ലോകത്തെ സമ്പദ് വ്യവസ്ഥയുടെ മൂന്നാമത്തെ നിലയിലേക്ക് കടക്കുമ്പോഴും പ്രതിശീർഷ GDP ഉയരാതെ നിൽക്കുകയും ചെയ്യും എന്നുള്ളതാണ് ഈ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാവുക. അവിടെയാണ് ഈ സമ്പദ് വ്യവസ്ഥയിലെ ഈ കുതിപ്പ് എന്ന് മനോരമ രേഖപ്പെടുത്തിയ കാര്യം, നീതി ആയോഗിൻ്റെ നിലവിലെ കണക്ക് പറഞ്ഞുകൊണ്ട് നീതി ആയോഗിൻ്റെ CEO പറഞ്ഞ കാര്യം നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോൾ തന്നെ യഥാർത്ഥത്തിൽ പൗരൻ്റെ സ്ഥിതി എന്താണെന്ന് വെളിപ്പെടുത്തപ്പെടാതെ, പരിശോധിക്കപ്പെടാതെ പോവുകയും ചെയ്യുന്നത് ആ വാർത്തയിൽ അത് ഒളിപ്പിച്ചു വെക്കുന്നു, അല്ലെങ്കിൽ അത് പറയാതിരിക്കുന്നു എന്നുള്ള കാര്യമാണ് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞു വരുന്നത്. അപ്പോൾ